ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? വെക്കേഷൻ സമയത്ത് ഡെയിലി കുട്ടീസിന് എന്തെങ്കിലും സ്നാക്ക് നമുക്ക് റെഡിയാക്കേണ്ടി വരും. അത് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. എന്താ റെഡിയാക്കാന്ന്. വീട്ടില് ദോശമാവ് ഇരിപ്പുണ്ടോ? എന്നാൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തിയിൽ പെട്ടെന്നൊരു സ്നാക്ക് റെഡിയാക്കിയാലോ? കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ദോശമാവിന് അധികം പുളി വേണ്ടാട്ട. അതുപോലെ അരിപ്പൊടിക്ക് പകരം റവ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസ് വേണം. നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തോളൂ. ക്യാരറ്റ്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവോള, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില. ഇതൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം. എല്ലാം ചോപ്പ് ചെയ്തെടുത്തു. ചോപ്പ് ചെയ്തെടുത്ത വെജിറ്റബിൾസ് മാവിലേക്ക് ചേർക്കാം. പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ഹെൽത്തിയും കൂടിയാണ്. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നിങ്ങൾ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. 1/4 ടീസ്പൂണിലും കുറവ് കായപ്പൊടി. ഈ സ്നാക്കിന് ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ദോശമാവ് പുളിച്ചിരിക്കണ കാരണം ബേക്കിംഗ് സോഡയുടെ ആവശ്യം വരില്ല. പിന്നെ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട. റെഡിയാക്കി അപ്പം തന്നെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഇത്ര കട്ടിയിൽ ഉണ്ടാവണം കേട്ടോ. ഈ കട്ടി വേണം മാവിന്. നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം മാവ് ലൂസായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ റവയാണോ അരിപ്പൊടിയാണോ ഏതാണോ ചേർക്കണത് അത് കുറച്ച് എക്സ്ട്രാ ചേർത്തോളൂ. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. എണ്ണ ആവശ്യത്തിന് ഹീറ്റായിട്ടാണ് ഇരിക്കണേ. ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കിയാൽ മതി. മാവിന്ന് കുറേശ്ശെ എടുത്ത് ഇട്ട് കൊടുക്കുക. ഈ 2 ഭാഗം തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ സ്നാക്ക് നല്ലോണം കളർ മാറി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. എല്ലാ സ്നാക്കും റെഡിയാക്കി എടുത്തുട്ടാ. പെട്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ദോശമാവ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. വെക്കേഷനിൽ പിള്ളേർക്ക് തീർച്ചയായിട്ടും റെഡിയാക്കി കൊടുക്കേണ്ട ഒരു സ്നാക്കാണ്. ഹെൽത്തിയും കൂടിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ. ഇതിൻ്റെ ഫുൾ വീഡിയോ റിലേറ്റഡ് വീഡിയോ ടാബിൽ ഉണ്ടാവും കേട്ടോ.